ഹലോ എവ്രിവൺ. എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന റീഡിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും നമ്മുടെ പാർട്ട്ണറിന്റെ കാര്യങ്ങളാണ് ചെക്ക് ചെയ്യാറ് അല്ലേ? അവരുടെ തോട്ട്സ് എന്താണ്, അവരുടെ കറണ്ട് വൈബ്രേഷൻ എന്താണ്, ഫീലിങ്സ് എന്താണ് നമ്മളോടുള്ളത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ എപ്പോഴും റീഡിങ്ങിന് വേണ്ടിയിട്ട് റീഡിങ് ചെയ്യാറുള്ളത്. അപ്പൊ ഇത്തവണ നമുക്കതിന് വിപരീതമായിട്ട് നമ്മളുടെ ഫീലിംഗും അല്ലെങ്കിൽ നമ്മളുടെ എന്തൊക്കെ എഫേർട്ടാണ് ഈ റിലേഷൻഷിപ്പിൽ ഉള്ളത്, അല്ലെങ്കിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചേഞ്ച് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ചെക്ക് ചെയ്യണ്ടേ. അപ്പൊ ഇന്നത്തെ റീഡിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കുള്ള റീഡിംഗ് ആണ്. നമ്മുടെ വൈബ്രേഷനും നമ്മുടെ ഫീലിങ്സും കാര്യങ്ങളാണ് ഇന്ന് ഞാൻ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഞാനൊന്ന് പറയട്ടെ, ഇത് ജനറൽ റീഡിംഗ് ആണ്. അപ്പം ഇതിൽ ഒരു 70 to 80% കാര്യങ്ങളായിരിക്കും നിങ്ങൾക്ക് റെസണേറ്റ് ചെയ്ത് വരുന്നത്. അതേപോലെ തന്നെ ഈ വീഡിയോ കാണുമ്പോൾ നമ്മൾ പോസിറ്റീവ് ആയിട്ട് വേണം വീഡിയോ കാണാൻ വേണ്ടിയിട്ട്. ഇതിൽ പറയുന്ന പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ അഫേം ചെയ്തെടുക്കുകയാണ് വേണ്ടത് കേട്ടോ. അതേപോലെ തന്നെ നന്നായിട്ടൊന്ന് ബ്രീത്ത് ചെയ്തിട്ട് ഈ വീഡിയോ കാണാൻ ശ്രമിക്കൂ കേട്ടോ. സോ ആസ് യൂഷ്വൽ നമ്മൾ 5 കാർഡ്സ് എടുത്തിട്ടുണ്ട്. അപ്പൊ ഈ കാർഡ്സ് വെച്ചിട്ടാണ് ഞാൻ റീഡിങ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ എല്ലാവരും ഒന്നുകൂടെ ഡീപ്പ് ബ്രീത്ത് എടുത്തതിന് ശേഷം ഈ വീഡിയോ കാണും കേട്ടോ. ആദ്യമേ തന്നെ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എനർജിയാണ് എനിക്ക് ഈ കാർഡ്സിൽ നിന്ന് കിട്ടുന്നത്. അതിനർത്ഥം ഈ വീഡിയോ കാണുന്ന ഓൾമോസ്റ്റ് എല്ലാവരും വളരെ ജെന്യുവിനും ലോയലുമാണ് ഈ റിലേഷൻഷിപ്പിൽ. ഒരു ലോങ് ടേം ജേർണി ആ പേഴ്സണിൽ നിന്നും ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ. അതായത് ആ പേഴ്സന്റെ ഒപ്പം മാരേജ് ചെയ്ത് അവരിൽ നിന്ന് ഒരു കുഞ്ഞുണ്ടാവണമെന്ന് ഒരുപാട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾ ഇപ്പോൾ. ഇപ്പോ ഉദാഹരണം പറയുകയാണെങ്കിൽ മേ ബി ഉറങ്ങുന്നതിനേക്കാൾ മുന്നേ നിങ്ങൾ ആദ്യം കാണുന്ന സ്വപ്നം നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള ഒരു ജീവിതമാണ് അല്ലെ? അതേപോലെ അവരിൽ നിന്നൊരു കുഞ്ഞുണ്ടാവുക നിങ്ങൾ ഒരുപാട് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ഈ റിലേഷൻഷിപ്പിൽ. അതേപോലെ ഇപ്പൊ നിങ്ങൾക്ക് വേറെ മാരേജ് പ്രൊപ്പോസൽസ് വീട്ടിൽ നിന്ന് പ്രഷറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. മാരേജ് പ്രൊപ്പോസൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് മാത്രമല്ല, വേറെ രീതിയിലും, അതായത് കോളേജിൽ പഠിക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ അവർക്ക് പുറത്തു നിന്നുള്ള പ്രൊപ്പോസലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിലും നിങ്ങൾ ഈ പേഴ്സണിന് വേണ്ടി എല്ലാം മാറ്റി വെച്ചിട്ടാണ് നിൽക്കുന്നത്. സത്യം പറഞ്ഞാൽ എനിക്ക് ഈ റീഡിംഗ് എടുക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ ലോയലും വളരെ ജെന്യുവനുമായിട്ടുള്ള ആൾക്കാരുടെ റീഡിംഗ് ആണ് എനിക്ക് ഇതിൽ നിന്ന് കിട്ടുന്നത്. അതുകൊണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഒരു ടെമ്പററി കണക്ഷനോ അല്ലെങ്കിൽ ഒരു ഫ്ലേർട്ടിങ്ങോ ചെയ്യാൻ നിൽക്കുന്നവരുടെ എനർജി അല്ല ഇതിൽ നിന്ന് എനിക്ക് ഭൂരിഭാഗം എനർജി എനിക്ക് കിട്ടുന്നത്. അതേപോലെ തന്നെ നിങ്ങൾ ഈ പേഴ്സണ് നിങ്ങളുടെ എല്ലാ പവറും കൊടുത്തിരിക്കുകയാണ്. അതായത് നിങ്ങളെ ഡോമിനേറ്റ് ചെയ്യാൻ, നിങ്ങളെ ശകാരിക്കാൻ, നിങ്ങളോട് വഴക്കടിക്കാൻ, അങ്ങനെ എല്ലാ തരത്തിലും പവർ നിങ്ങൾ ഈ പേഴ്സണ് കൊടുത്തിരിക്കുകയാണ്. നിങ്ങളുടെ പാരന്റ്സിന് കൊടുക്കുന്നതിനേക്കാൾ ഏറെ സ്പേസും വാല്യൂവും, അല്ലെങ്കിൽ ഫ്രണ്ട്സിന് കൊടുക്കുന്നതിനേക്കാൾ പരിഗണന നിങ്ങൾ ഈ പേഴ്സണ് കൊടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു കിങ്, അതായത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വലിയ ഒരു വ്യക്തിയായിട്ടാണ് നിങ്ങളെ കാണുന്നത്. മേ ബി നിങ്ങളുടെ സെയിം ഏജിലുള്ള ആൾക്കാരായിരിക്കാം, എന്നിട്ട് പോലും നിങ്ങൾ അവർക്ക് ഒരുപാട് പ്രാധാന്യം ഈ ലൈഫിൽ കൊടുക്കുന്നുണ്ട്. അപ്പം ഇത്രയുമാണ് എനിക്ക് നിങ്ങളുടെ റീഡിങ് അല്ലെങ്കിൽ നിങ്ങളുടെ എനർജിയിൽ നിന്ന് എനിക്ക് കിട്ടുന്നത്. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ ഫൈറ്റ്സും കാര്യങ്ങളെയും കുറിച്ച് പറയുകയാണെങ്കിൽ ഇടയ്ക്ക് ഒരു ചെറിയ രീതിക്ക് വഴക്കും തല്ലുപിടുത്തവും കാര്യങ്ങളും മിണ്ടാതിരിക്കലൊക്കെ കാണുന്നുണ്ട്. അത് വേറെ ഒന്നും കൊണ്ടല്ല, അതിന്റെ മിസ്റ്റേക്സ് അല്ലെങ്കിൽ സ്റ്റാർട്ടിംഗ് പോയിന്റ് നിങ്ങൾ തന്നെയായിരിക്കും. ചെറുതായിട്ട് ഒരു മുൻകോപവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇടയ്ക്ക് നിങ്ങളൊന്ന് ദേഷ്യപ്പെടും അനാവശ്യമായിട്ട്. ഇതിന് വലിയ റീസൺസ് ഒന്നും ഉണ്ടാവില്ല, ഇടയ്ക്ക് ചുമ്മാ അതൊന്ന് പിണങ്ങും. പക്ഷെ അതേപോലെ തന്നെ നിങ്ങൾ ഇനിഷ്യേറ്റീവ് തന്നെ എടുത്തിട്ട് പല കാര്യങ്ങളും മീൻസ് ആ ഇഷ്യൂസ് എല്ലാം മാറാനും നിങ്ങൾ ഇനിഷ്യേറ്റീവ് എടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. സോ ഓവറോൾ എനിക്ക് വളരെ നല്ലൊരു റീഡിംഗ് ആണ് ഈ എനർജിയിൽ നിന്ന് എനിക്ക് കിട്ടിയത്. സോ നിങ്ങൾ എല്ലാവരും പോസിറ്റീവായിട്ട് തന്നെ ഇരിക്കുക. പിന്നെ ഒരു സജഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഏത് റിലേഷൻഷിപ്പ് ആണെങ്കിലും നമ്മൾ ആ പേഴ്സണിൽ ഒരിക്കലും അഡിക്റ്റ് ആവരുത്. അഡിക്ഷൻ ഒരിക്കലും നല്ലതല്ല. നിങ്ങൾക്ക് ഇപ്പോൾ പോകുന്ന വൈബ്രേഷൻ ഓക്കെയാണ്, അതിൽ നിന്ന് ഒന്നോ രണ്ടോ സ്റ്റെപ്സ് കൂടിയാലും ഓവറായിട്ട് അഡിക്റ്റ് ആവാനും ഡിപ്പെൻഡ് ആവാനും ചെയ്യരുത്. ഓക്കെ.